തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2024 ഹരിവരാസന പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് മകരവിളക്ക് ദിനമായ ജനുവരി 14 സന്നിധാനത്ത് പുരസ്കാരം സമ്മാനിക്കും. മകരവിളക്കിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുവെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ അറിയിച്ചു. ജനുവരി 12 പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും. ശബരിമലയിൽ ഇതുവരെ 32 ലക്ഷത്തിലധികം പേർ ദർശനം നടത്തി. ഇങ്ങനെ മകരവിളക്കും ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മകരവിളക്കിൻ്റെ അന്നാണ് ഹരിവരാസനം പുരസ്കാരം ശബരിമലയിൽ നൽകുക. സംസ്ഥാന ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ഹരിവരാസനം. എല്ലാവർക്കും അറിയാം, ഈ വർഷത്തെ ഹരിവരാസന അവാർഡ് പ്രശസ്ത സംഗീതജ്ഞനും നടനും ഗാനരചയിതാവും എല്ലാമായിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ ഏതുവരെയായി, എന്തെല്ലാം കാര്യങ്ങളാണ് ദേവസ്വം മന്ത്രി വിശദീകരിക്കുന്നത്? കഴിഞ്ഞ വർഷം 32,70,000 പേരാണ് ശബരിമല ദർശനം നടത്തിയതായി മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശബരിമല തീർത്ഥാടന കാലം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. തിരുവാഭരണ ഘോഷയാത്ര മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്നും ജനുവരി 12 തന്നെ പമ്പയിൽ സംഗമം നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുകൂടാതെ 2025 ജനുവരി 14 ഹരിവരാസന പുരസ്കാരം ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് നൽകുന്നതായും അദ്ദേഹം പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. നീലിമ. ശരി ശ്രീനന്ദ.